ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ ആ, അബിൻ വർക്കിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. ഇന്നലെ തന്നെ അദ്ദേഹം വൈകിട്ട് നാളെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. ഇന്ന് 10:10 11 മണിയായിട്ടുണ്ടാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. പ്രതിഷേധം അറിയിക്കുന്നു. മാന്യമായ പ്രതികരണമാണ് നടത്തിയത്. ഒരു നേതാക്കളെയും പേരെടുത്ത് കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, തന്നെ പരിഗണിക്കണം ഇവിടെ തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അബിൻ വർക്കിയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നാണ് അങ്ങയുടെ മനസ്സിലാക്കൽ? സ്മൃതി, ഞാനിപ്പോൾ അബിൻ വർക്കിയുടെ വാക്കുകൾ രാവിലെ തന്നെ കേട്ടതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് മാന്യമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ തീരുമാനത്തെ എതിർക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അദ്ദേഹം പറയുന്നത്, എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണം, അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള ഒരവസരം ലഭിക്കണമെന്നാണ് പറയുന്നത്. ദേശീയ രംഗത്ത് പോകാൻ താല്പര്യമില്ല. നമുക്കറിയാമല്ലോ, ഈ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെ NSUIയുടെയോ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല. കാരണം അത് പലപ്പോഴും അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആളുകളെ പറഞ്ഞു വിടുന്ന ഒരു തസ്തികയാണ് ഇതൊക്കെ. അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം. ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും അദ്ദേഹത്തെ അവിടെ വെച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഷേധം അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ സ്മൃതി പറഞ്ഞ ചില കാര്യങ്ങൾ അത്രത്തോളം പ്രശ്നം വഷളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പഴയ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഒന്നിക്കുന്നു. മറുഭാഗത്ത് KC വേണുഗോപാലാണ് എതിരായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായിട്ടാണ് ഈ ഈ പുതിയ കൂട്ടുകെട്ടുകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ അത്രയും വന്നിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നോമിനേഷൻ, അതാണ് ഞാൻ പറഞ്ഞ നോമിനേഷൻ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അത് പാർട്ടിക്കുള്ളിൽ ചെറുതല്ലാത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം എനിക്ക് തോന്നുന്നു പഴയ ഐ ഗ്രൂപ്പിനാണ്, അല്ലെങ്കിൽ രമേശിനോട് ഒപ്പം നിൽക്കുന്ന ആളുകൾക്കാണ്. സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 2,20,000 വോട്ട്, അങ്ങനെ എന്തോ വോട്ട് നേടിയാണ് ജയിച്ചത്. 1,70,000 വോട്ട് അബിനുണ്ടായിരുന്നു. മൂന്നാമത് വന്നത് അരിത ബാബു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, 30,000 വോട്ട്. അഞ്ചാമതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഓർമ്മയനുസരിച്ച് ഈ ജനീഷ് അല്ലേ, എങ്കിൽ അഞ്ചാമത് ജനീഷ് നാലാമതോ അഞ്ചാമതോ ആണ് വന്നത്. അപ്പോൾ അതവിടെ മാനദണ്ഡം എന്തോ അഞ്ചാമതാണ് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും അഞ്ചാമത് ഞാൻ ധരിച്ചു വച്ചിരുന്നത് നാലാമതെന്നാണെന്നാണ്. അപ്പോൾ അത് ആ വോട്ടല്ല അവിടെ പിന്നെ കണക്കിലെടുത്തിരിക്കുന്നത്. അങ്ങനെ വോട്ടാണ് കണക്കിലെടുത്തിരുന്നെങ്കിൽ എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്തില്ലാതിരുന്ന നമ്മുടെ ഈ ബിനു ചുള്ളിയിൽ, അദ്ദേഹം ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രസിഡൻ്റ് ആയല്ലോ. യൂത്ത് കോൺഗ്രസ്സിൽ ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് പ്രസിഡന്റ് വരുന്നത്. അപ്പോൾ അദ്ദേഹവും വരുമായിരുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ എ ഗ്രൂപ്പിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിർദ്ദേശിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള അഖിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് സാധ്യതയുള്ള അർഹതയുള്ള ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത്തവണ പരിഗണിക്കപ്പെട്ടില്ല. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ, അഖിലിനെ ഒഴിവാക്കിയത്. ഇത് നേരത്തെ KSUവിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അദ്ദേഹത്തെ വളരെ ബോധപൂർവം ഒഴിവാക്കിയൊരു ചരിത്രമുണ്ട്. ഇത്തവണയും കഴിഞ്ഞ രാഹുൽ ജയിക്കുമ്പോൾ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത്, ഇപ്പോൾ പരിഗണിക്കാതിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ രമേശിനോട് ഒപ്പം നിൽക്കുന്നവർ പറയുന്ന ഒരു കാര്യം, ആ വോട്ട് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ പരിഗണിച്ചത്, എന്താണ് മാനദണ്ഡം? അവിടെയാണ് ഈ സാമുദായിക സമവാക്യങ്ങളുടെ വിഷയം വരുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ KPCC പ്രസിഡന്റിനെ വെച്ചപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായതായിരുന്നു. കോൺഗ്രസ് നമുക്കറിയാം, കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ നേതാവിനെ KPCC പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരണമെന്ന് ആലോചിച്ച് കൊണ്ടുവന്നതാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഈ അബിൻ വർക്കി ഒരു ക്രൈസ്തവനാണ് എന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം ഇവിടെ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അതുകൊണ്ടാണോ അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നതാണോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? ഇപ്പോൾ ഈ പറഞ്ഞ KSUവിന്റെ അധ്യക്ഷനെ ആയാലും KPCC പ്രസിഡന്റിനെ ആയാലും മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായാലും തിരഞ്ഞെടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലൂടെയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്? എത്ര അധ്വാനമാണ് വെറുതെ ആയത്? അല്ല, യൂത്ത് കോൺഗ്രസിലും KSUവിലുമാണല്ലോ ഇതുപോലുള്ളൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 4 പേര് മത്സരിക്കുക, അതിലാദ്യം വരുന്ന ആൾ പ്രസിഡന്റ് ആവുക, മറ്റ് 3 പേര് വൈസ് പ്രസിഡന്റ് ആകുക എന്നൊക്കെ ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു രീതിയാണ്. KSUവിൽ ഇത്തവണ എങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ചില പ്രസിഡൻസിനെ പറ്റി പറയുമ്പോൾ സ്മൃതി, നേരത്തെ ഉമ്മൻചാണ്ടി പാർലമെൻ്ററി പാർട്ടി ലീഡറായിരിക്കുന്ന സമയത്ത്
നമ്മുടെ ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് VS ജോയി KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇതൊക്കെ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ക്ഷമിക്കണം. അതുപോലെ രമേശ് ചെന്നിത്തല പിന്നെ KPCC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ പിന്നെ KP അനിൽകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. വിഷ്ണുനാഥ് പിന്നെ KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അന്നൊന്നും ഈ വക പരിഗണനകൾ വന്നിരുന്നില്ല. ഇപ്പോഴാ പരിഗണന അനുസരിച്ചാണോ അബിൻ വർക്കിയെ ഒഴിവാക്കിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്മൃതി പറയുന്നത് ഇത് രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ്, ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്, അബിൻ ഒരു ഇടയ്ക്ക് നിന്ന ഒരു വ്യക്തി മാത്രമാണെന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ വോട്ടിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമാണ്. ഈ 1ഉം 2ഉം സ്ഥാനങ്ങൾ തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ 4മതോ 5മതോ വന്ന ഒരാളെ എടുക്കുന്നു. അതുമാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന ആളിനെ വേണ്ടെന്നാണെങ്കിൽ ഈ വർക്കിംഗ് പ്രസിഡന്റ് എങ്ങനെ വന്നു എന്നും അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണ് ഈ വർക്കിംഗ് പ്രസിഡന്റ് വന്നത്? KPCCയിലൊക്കെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ അങ്ങനെ വിഭജിച്ച് കൊടുക്കേണ്ടതാണോ? ഇപ്പം പ്രസിഡന്റ് ആര്, പിന്നെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. ഒറ്റ വർക്കിംഗ് പ്രസിഡൻറ്റേ ഉള്ളൂ എന്ന് ആലോചിക്കണം. നമ്മൾ ഓർമ്മയുണ്ടാവും, പണ്ട് മുരളിയെ ഏക വൈസ് പ്രസിഡൻ്റായിട്ട് KPCC വൈസ് പ്രസിഡൻ്റായിട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അധികാരമുള്ളൊരു പോസ്റ്റായിട്ടാണ് അന്ന് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് KPCCക്ക് 3 വർക്കിംഗ് പ്രസിഡന്റുമാരാണുള്ളത്. ഇപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു വർക്കിംഗ് പ്രസിഡൻ്റേ ഉള്ളൂ. അത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അത് വലിയ കാര്യമൊന്നുമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസ്സിനുള്ളിൽ ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി, അത് സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും, അല്ലെങ്കിൽ ഒരു നേതാവിനെ, ഇപ്പോൾ അപ്പുറത്ത് പിണറായി വിജയനെ ഉയർത്തി കാണിക്കുന്നത് പോലെ ഒരു നേതാവ് ഇവിടെ ഇല്ല എന്നുമുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. ഇനി 6, 7, 8 മാസമേ ഉള്ളൂ. അപ്പോൾ അതാണ് കോൺഗ്രസിനെ നേരിടുന്ന, UDFനെ നേരിടുന്ന ഒരു പ്രശ്നവും നമുക്കെല്ലാവർക്കും അറിയാം. അതിന് വലിയ രാഷ്ട്രീയ വിജ്ഞാനവും ഒന്നും അതിൻ്റെ ആവശ്യമുണ്ടെന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇനി 6-7 മാസങ്ങളുണ്ട്. ഇനിയും ഈ രീതിയിൽ പോകാതിരുന്നാൽ കോൺഗ്രസ്സിന് കൊള്ളാം, UDFന് കൊള്ളാം. അതാണ് ഇവർ ആലോചിക്കേണ്ടത്. ഏതായാലും ഇത് നടന്നു കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ തുടർച്ചയായിട്ട് പ്രശ്നങ്ങളുമായിട്ട് ഗ്രൂപ്പുകളോ മറ്റു ഗ്രൂപ്പുകളോ മുന്നോട്ട് പോയാൽ, ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പില്ല എന്ന് പറയുന്നത്, സ്മൃതിക്കറിയാമല്ലോ, ഏത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗ്രൂപ്പ് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് മാറിയിട്ട് വേറൊരു ഗ്രൂപ്പ് വരും. VM സുധീരൻ ഗ്രൂപ്പ് ഇല്ലാതാക്കിയത്, അവസാനം VM സുധീരൻ്റെ ചുറ്റും ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടായി. VM സുധീരൻ ഉണ്ടാക്കിയതല്ല, ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടാകുന്നു. അപ്പോൾ പഴയ A പോയി, പഴയ I പോയി, ഇപ്പോൾ വേറെ ഗ്രൂപ്പുകൾ വരികയാണ്. ഇത് കോൺഗ്രസിൻ്റെ ഭാവിക്ക് അല്ലെങ്കിൽ UDFൻ്റെ ഭാവിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നേതാക്കൾ ആലോചിക്കണം. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആളുകളെ, ഇപ്പോൾ സ്ഥാനം കിട്ടിയവർ അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയാൽ അവർക്ക് കൊള്ളാം.